ഗുഡ് മോർണിംഗ്. എന്താല്ലേ മറ്റുള്ളവർ ലിപ്സ്റ്റിക് കയ്യിൽ പിടിച്ച് പോസ് ഇടുമ്പോൾ ഞാൻ പാലും കുപ്പി പിടിച്ചാണ് നിൽക്കുന്നത്. പാലും കുപ്പി ഇല്ലാത്തൊരു ജീവിതം എന്നെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കാനാകാത്ത ഘട്ടത്തിലാണ് ഞാനിപ്പോൾ. അതവിടെ നിൽക്കട്ടെ. ബൈ ദ ബൈ, ഞങ്ങളുടെ ഹോളിഡേ ഒന്ന് ആനന്ദകരമാക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങ് ലിവർപൂളിൽ ചേട്ടൻ്റെ വീട് വരെ വന്നതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മെർസി ഫെറിയിലേക്കാണ് പോകാൻ തീരുമാനിച്ചത് കേട്ടോ. ഇത്ര നാളൊക്കെ പാലും കുപ്പിയായി നടന്ന് ഇനി കുറച്ച് കാറ്റടിക്കാനും വെള്ളം കാണാനൊക്കെ സമയമായി. നമ്മൾ ഈ വല്ലപ്പോഴൊക്കെ നമ്മുടെ വർക്ക് സ്ട്രെസ് ലൈഫിൽ നിന്ന് നമ്മുടെ കുറച്ച് റെസ്പോൺസിബിലിറ്റീസിൽ നിന്ന് എല്ലാം ഒന്ന് സൈഡാക്കി ചെറിയൊരു ഹോളിഡേ എടുക്കുന്നത് വളരെ അത്യാവശ്യമാണെന്ന് തോന്നിയിട്ടുണ്ടോ എന്നെ പോലെ? അതൊരു ചെറിയ യാത്രയായാൽ പോലും മനസ്സിന് വലിയൊരു റീഫ്രഷ്മെൻ്റ് തന്നെയാണല്ലേ. പുതിയ സ്ഥലങ്ങൾ, പുതിയ കാഴ്ചകൾ, കുറച്ച് പീസ്, ഒന്ന് ചിരിക്കാനുള്ള സമയം, അത്രയൊക്കെ മതി വീണ്ടും ശക്തിയായി ഒന്ന് തുടങ്ങാൻ. ഇതുപോലൊരു ഹോളിഡേ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നന്നായി മുന്നോട്ട് പോകാൻ വേണ്ട എനർജി ചാർജും കൂടെയാണിത്. പക്ഷേ ഈ ദിവസം എനിക്ക് അത്ര ചാർജായിട്ട് തോന്നിയില്ല. വളരെ വൃത്തികെട്ടൊരു വെതറായിരുന്നു. തണുപ്പിനേക്കാൾ കൂടുതൽ കാറ്റായിരുന്നു കേട്ടോ. ഭയങ്കര കാറ്റായിരുന്നു. ഒന്ന് നടക്കാൻ കൂടെ പറ്റാത്ത രീതിയിൽ കാറ്റായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഭയങ്കര ടയേർഡായിരുന്നു. അപ്പോൾ നമ്മൾ ഓഫ് കോഴ്സ് ഒരു തണുപ്പത്തൊരു ചായ അത്യാവശ്യമാണല്ലോ. അതെല്ലാം കഴിച്ച് കുറച്ച് സ്നാക്സൊക്കെ കഴിച്ച് അവിടെ കുറച്ച് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോയിട്ടോ. നല്ലൊരു ദിവസമായിരുന്നു ഞങ്ങൾക്കത്. നമ്മൾ ഫെറിയിൽ അപ്പ് ആൻഡ് ഡൗൺ ആയിരുന്നു എടുത്തിരുന്നത് കേട്ടോ. അപ്പോൾ തിരിച്ചു പോകണമെങ്കിൽ ടിക്കറ്റ് കാണിച്ചാൽ മാത്രമാണ് തിരിച്ചു പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവിടെ പെട്ടുപോയേനെ. അപ്പോൾ എനിവേയ്സ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങളുടെ ഈ ഫെറി ട്രിപ്പ് എന്ന് പറയുന്നത്. ഹോപ്പ് യു ഓൾ ഗൈസ് എൻജോയ്ഡ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. അടുത്ത വീഡിയോയിൽ കാണാമേ. ബൈ.